നമസ്തേ. നമസ്തേ. ജ്യോതിശാസ്ത്ര മണ്ഡലത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രേയസ് ജി ആണ് നമ്മോടൊപ്പം ഉള്ളത്. ശ്രേയസ് ജി മഹാമാഘവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിള ജ്യോതിഷ സംഗമത്തിൽ പങ്കെടുക്കാനാണ് എത്തിയത്. അപ്പോഴാണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയത്. ശരിക്കും ഈ മഹാമാഘവുമായിട്ട് ജ്യോതിഷത്തിന് എന്താണ് ബന്ധം? നല്ല ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മഹാമാഘത്തിന് വലിയൊരു ചരിത്രമുണ്ട്. അത് ശരിക്കും ഇന്ന് കേരളത്തിൽ പ്രചരിക്കുന്ന ഒരു ചരിത്രത്തെക്കാൾ ഉപരിയായി ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇപ്പോൾ ഒരു AD 683 ഇപ്പോൾ AD 2026 AD 683 ഒരു മഹാമാഘം നടന്നു. ആ മഹാമാഘത്തിൽ വലിയൊരു വിദ്വത്സഭ നടന്നു. അപ്പോൾ അന്ന് ഈ മഹാമാഘം ഒരേ സമയം ഒരു ആത്മീയ സമ്മേളനമാണ്. അതോടൊപ്പം തന്നെ ജ്യോതിഷ, ഗണിത അല്ലെങ്കിൽ അതുപോലെ അനുബന്ധമായ ശാസ്ത്ര രംഗത്തെ വിദ്വൽ സദസ്സുകളുടെയും ഒരു വേദിയാണ്. ഈ മഹാമാഘ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ മഹാമാഘ സംഗമങ്ങളിലാണ്, വിദ്വൽ സദസ്സുകളിലാണ് അന്ന് ശാസ്ത്ര പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. ശാസ്ത്രീയമായ പുതിയ കണ്ടെത്തലുകൾ വിദ്വൽ സഭയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിന് പരക്കെയുള്ള അംഗീകാരം ലഭിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത്തരം വേദികളിലാണ്. അപ്പോൾ അങ്ങനെ ഒരു മഹാമാഘ വേദിയിൽ AD 683 നടന്ന അങ്ങനെ ഒരു ജ്യോതിഷ സംഗമത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ തന്നെ ശരിക്കും ആര്യഭടീയത്തിൻ്റെ പരിഷ്കരണം. ആര്യഭടീയം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം, കാരണം ഇന്ത്യയിൽ ആര്യഭടനെ അറിയാത്തവരില്ല. ആര്യഭടീയത്തിൻ്റെ ആദ്യത്തെ പരിഷ്കരണം നടന്നത് കേരളത്തിലാണ്. ആര്യഭടീയ സിദ്ധാന്തങ്ങളുടെ ആദ്യ പരിഷ്കരണം അത് ആചാര്യ ഹരിദത്തൻ്റെ പരഹിതം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിനകത്താണ് ആര്യഭടീയത്തിൻ്റെ പരിഷ്കരണം നടന്നത്. ആ പരിഷ്കരണം അവതരിപ്പിച്ച് അംഗീകാരം നേടിയ വിദ്വൽ സഭ നടന്നത് ഒരു മഹാമാഘ ഉത്സവത്തിലാണ് 683. അപ്പോൾ അത്ര പഴക്കമുണ്ട് ഈ ഉത്സവത്തിന്. മറ്റൊന്ന്, ജ്യോതിഷവുമായി എന്താ ബന്ധം എന്ന് ചിന്തിക്കുമ്പോൾ തലക്കുളത്ത് ഭട്ടതിരിയെ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. തലക്കുളത്ത് ഭട്ടതിരി, ഈ തലക്കുളത്ത് ഭട്ടതിരിയുടെ കേന്ദ്രം ശരിക്കും തലക്കുളത്ത് ഭട്ടതിരി എന്നല്ല, ഈ പെരിയാറിനും പേരാറാണല്ലോ നിള. അപ്പം നിളയുടെയും പെരിയാറിൻ്റെയും മധ്യേ ഉണ്ടായിരുന്നൊരു ഭൂഭാഗം ഒരു സമയത്ത് കേരളത്തിലെ ആധ്യാത്മിക അല്ലെങ്കിൽ ശാസ്ത്ര യുക്തി ചിന്താപരമായ ഒരു വലിയ മണ്ഡലമായിരുന്നു. ധാരാളം ഗണിത പണ്ഡിതന്മാർ, ധാരാളം ജ്യോതിർഗണിതാചാര്യന്മാർ, ധാരാളം ശാസ്ത്രകൂതികളായിട്ടുള്ളവർ, അവരുടെയൊക്കെ ഒരു കേന്ദ്രമായിരുന്നു ശരിക്കും ഈ പേരാറിനും പെരിയാറിനും മധ്യമുള്ള സ്ഥലം. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ജ്യോതിഷാചാര്യനാണ്, ജ്യോതിർഗണിതാചാര്യനാണ് തലക്കുളത്ത് ഭട്ടതിരി. അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേറ്ററി ആയിരുന്നു ഒരുപക്ഷെ പിന്നീട് കുപ്രസിദ്ധി ആർജിച്ച മണിക്കിണറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ചാവേറുകൾ കുഴിച്ചു മൂടപ്പെട്ട, അല്ലെ ചാവേറുകളെ ആനെ കൊണ്ട് ചവിട്ടി താഴ്ത്തിയ, മരണപ്പെട്ട ചാവേറുകളെ ചവിട്ടി താഴ്ത്തിയ സ്ഥലമാണ് മണിക്കിണർ എന്നുള്ള രീതിയിൽ ഇന്നറിയുന്നത്. പക്ഷേ ഈ മണിക്കിണർ എന്ന് പറയുന്നത് തലക്കുളത്ത് ഭട്ടതിരി അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേറ്ററി ആയിരുന്നു. പിന്നീടാണ്, അപ്പോൾ ആ കാലഘട്ടം വരെ ഈ മഹാമാഘ സംഗമങ്ങളിൽ ജ്യോതിഷ പ്രബന്ധങ്ങൾ, വലിയ റിസർച്ചുകൾ നടന്നതിൻ്റെ ചർച്ചകൾ ഒക്കെ നടന്നിരുന്നു. അതാണ് ശരിക്കും അതിൻ്റെ വലിയൊരു പ്രാധാന്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മഹാമാഘം കുംഭമേളയായിട്ട് മഹാമാഘ സമ്മേളനം നടക്കുമ്പോൾ, മഹാമാഘ സംഗമം നടക്കുമ്പോൾ ഈ നിള ജ്യോതിഷ സംഗമം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തുവാനും ഒരു വിദ്വൽ സദസ്സ് നടത്തുവാനും അതിൽ ഇന്ന് കേരളത്തിലെ എല്ലാ പ്രമുഖരായിട്ടുള്ള ജ്യോതിർഗണിത പണ്ഡിതന്മാരെ ഇന്ന് പഞ്ചാംഗം ഗണിക്കുന്ന പ്രധാന പണ്ഡിതന്മാരുടെ എല്ലാം സാന്നിധ്യം ആ സംഗമത്തിലുണ്ട്, ആ വിദ്വൽ സദസ്സിലുണ്ട്. അവിടെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൺമറഞ്ഞ ആചാര്യന്മാർ, കേരളത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ജ്യോതിർഗണിത പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. ഏറ്റവും അധികം തമസ്കരിക്കപ്പെട്ട ഏറ്റവും അധികം അംഗീകാരം ലഭിക്കാത്ത, വെളിച്ചം വീശാത്ത ഒരു മേഖലയാണ് കേരളത്തിൻ്റെ ഈ ശാസ്ത്ര മേഖല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഋഷീശ്വരന്മാരെ, ആചാര്യന്മാരെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി ഋഷിതർപ്പണം നടത്തുകയും ചെയ്യുക എന്നുള്ള ഒരു കാര്യവും കൂടി ഈ നിള ജ്യോതിഷ സംഗമത്തിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇത് ഈ ഗണിത പാരമ്പര്യവും കൂടി പറഞ്ഞല്ലോ, ആ ഗണിത പാരമ്പര്യം എന്താണ്? കേരളത്തിൻ്റെ ആ വലിയൊരു പാരമ്പര്യം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്? ശരിക്കും അതിൻ്റെ ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞു, ഈ മഹാമാഘ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞു. കേരളത്തിൻ്റെ ഗണിത പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതായത് ഒരു വലിയ പരമ്പര. ഒരുപക്ഷെ അതിനകത്ത് ഈ തലക്കുളത്ത് ഭട്ടതിരിയെ കേട്ടിട്ടുണ്ടായിരിക്കാം,
അതിനകത്ത് സംഗമഗ്രാമ മാധവനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. തലക്കുളത്ത് ഭട്ടതിരിക്കും ഒരു ജനറേഷൻ മുമ്പുള്ള ഒരാളാണ്. ഈ തലക്കുളത്ത് ഭട്ടതിരിക്കും ഒരു ജനറേഷൻ കഴിഞ്ഞു വരുന്ന ആളാണ് സംഗമഗ്രാമ മാധവൻ. സംഗമഗ്രാമ മാധവനിൽ തുടങ്ങി വടശ്ശേരി പരമേശ്വരാചാര്യൻ, നീലകണ്ഠ സോമയാജി, നീലകണ്ഠ സോമയാജിയിൽ നിന്ന് പിന്നെ ജ്യേഷ്ഠദേവൻ, അച്യുത പിഷാരടി, ഇങ്ങനെ വരുന്ന വലിയൊരു പരമ്പര. ഏതാണ്ട് ഇന്ന് നിൽക്കുന്ന ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൽ വന്ന ഒരു സൈഡിൽ പുലിയൂർ പുരുഷോത്തമ നമ്പൂതിരി, ഇപ്പുറത്ത് VPK പൊതുവാൾ, നടുക്ക് നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് അല്ലെ പാലക്കാട് ഭാഗത്ത് വരുമ്പോൾ പുന്നശ്ശേരി നമ്പി, ഇവരിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു പരമ്പര, ഒരു 1000 കൊല്ലത്തെ ഒരു ലീനിയേജ്, ഒരു പരമ്പര, ഇടമുറിയാത്ത ഒരു പരമ്പര കേരളത്തിലെ ജ്യോതിഷത്തിനുണ്ട്. ഇത് തമസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരുടെ പേരുകളുണ്ട്, ഇവരുടെ സംഭാവനകളുണ്ട്. സംഗമഗ്രാമ മാധവൻ്റെ സംഭാവനകൾ ഒരു പക്ഷേ കുറച്ചുകൂടെ നമ്മൾ വ്യാപകമായിട്ട് അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ബാക്കിയുള്ളവരുടെ സംഭാവനകൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്ന വലിയൊരു കാര്യം, ഇപ്പം ഐസക് ന്യൂട്ടനെക്കുറിച്ചോ ഗ്രിഗറിയെക്കുറിച്ചോ ടൈലറെക്കുറിച്ചോ ഇങ്ങനെയുള്ള ധാരാളം പേരെക്കുറിച്ചിട്ട്, ടൈക്കോ ബ്രാഹയെക്കുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ ഞാൻ പറഞ്ഞ പേരുകളിൽ 1-2 പേരുകൾ ഒഴിച്ച് നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനകത്ത് വലിയൊരു പങ്ക് ഇന്ത്യയിലെ അധിനിവേശ ശക്തികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു ശങ്കരവർമ്മൻ എന്ന് പറഞ്ഞൊരു അസ്ട്രോണമർ ഉണ്ടായിരുന്നു കേരളത്തിൽ. 19-ാം നൂറ്റാണ്ടിൻ്റെ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. കടത്തനാട്ടെ ഇളയരാജാവായിരുന്നു അദ്ദേഹം വലിയ ഗണിത പണ്ഡിതനായിരുന്നു. അദ്ദേഹം ധാരാളം സംഭാവനകൾ ഗണിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനകളുണ്ട്, ടെക്സ്റ്റുകളുണ്ട്. ഏതാണ്ട് 712ഓളം ഗ്രന്ഥങ്ങൾ ഗണിതവുമായി ബന്ധപ്പെട്ടും ജ്യോതിഷവുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ ഈ കഴിഞ്ഞ 1000 കൊല്ലമായിട്ട് എടുത്താൽ പറയാനുണ്ട്. 400ഓളം ആചാര്യന്മാർ. അത്ര മഹത്തായ ഒരു പാരമ്പര്യമാണ് നമ്മുടേത്. പക്ഷേ ഈ പറയുന്ന വലിയ പാരമ്പര്യവും ഒരുപാട് കണ്ടെത്തലുകളും ഉണ്ടായിട്ടും ഇവയൊന്നും ഒരു ഗവേഷണ തലത്തിലേക്കോ ഇല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊന്നും എത്തിയിട്ടില്ലല്ലോ. അതെ, അതിനെയാണ് നമ്മൾ വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നത്. ഇന്ന് എങ്ങനെയാണോ നമ്മൾ ഈ മാഘ ഉത്സവം വീണ്ടെടുത്തത്, അതേപോലെ തന്നെ നമ്മുടെ ഗണിത പാരമ്പര്യവും നമുക്ക് വീണ്ടെടുക്കുകയും ഇത് സാധാരണ ജനങ്ങളിൽ എത്തിക്കുകയും അഭിമാനബോധം വളർത്തുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചാൾസ് എം വെൽഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ, അദ്ദേഹം ഒരു സിവിൽ സർവൻ്റായിട്ട് ഇന്ത്യയിൽ വന്നു. അദ്ദേഹം ഈ ശങ്കരവർമ്മനുമായി ബന്ധത്തിലാകുകയും അങ്ങനെ അദ്ദേഹം കേരളത്തിൻ്റെ ഗണിത പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തൊരു ചരിത്രമുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പഠിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു ചെന്നിട്ട് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ ലണ്ടനിൽ ചെന്ന് ഈ ഗണിത പാരമ്പര്യത്തെക്കുറിച്ച്, അതായത് കേരളത്തിൽ രചിച്ച തന്ത്രസംഗ്രഹം, വേണുആരോഹം, സദ്രത്നമാല, അങ്ങനെയുള്ള ടെക്സ്റ്റുകളെ ആധികാരികമായി എടുത്തുകൊണ്ട് അതിൽ നടത്തിയ കണ്ടെത്തലുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പേപ്പർ അവതരിപ്പിച്ചു 1832. ഇത് പക്ഷേ പുറംലോകം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഇംഗ്ലീഷുകാർ അതിനെ പൂർണ്ണമായും തമസ്കരിച്ചു. അങ്ങനെ ഒരു കാര്യത്തെ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് തീരെ താല്പര്യമുണ്ടായില്ല. അതിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പം ന്യൂട്ടൺ ഒരു തിയറി മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് യൂറോപ്യൻ ഒരു തിയറി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് അയാളുടെ പേരിൽ അറിയപ്പെടും. പലപ്പോഴും അത് അയാളുടെ അടിസ്ഥാന ആശയം എവിടുന്ന് കിട്ടി എന്നവർ പൊതുവെ വിവരിക്കാറില്ല. ന്യൂട്ടൺ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നു, അത് ന്യൂട്ടൻ്റെ തിയറിയാണ്. ഗോസ് ഒരു തിയറി മുന്നോട്ട് വെച്ചു, അത് ഗോസിൻ്റെ തിയറിയാണ്. എക്സ് ഓർ വൈ ആര് വെച്ചാലും അത് അവരുടെ തിയറിയാണ്. പക്ഷേ ഭാരതീയ പാരമ്പര്യത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം സംഗമഗ്രാമ മാധവനെ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 1-2 ടെക്സ്റ്റുകളാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ പിന്നീട് വന്ന പരമേശ്വരാചാര്യൻ, നീലകണ്ഠ സോമയാജി, ജ്യേഷ്ഠദേവൻ, ഇവരെല്ലാം അവരുടെ ഡെറിവേഷൻസ് എടുത്തപ്പോൾ അവർ സംഗമഗ്രാമ മാധവനെ പരാമർശിച്ചു. ഞങ്ങളുടെ മൂലമായ ആശയം, ഞങ്ങൾക്ക് ആ ആശയം കിട്ടിയത് അവിടെ നിന്നാണ്, അതിൻ്റെ പരിഷ്കരണമാണ് ഞങ്ങളിപ്പോൾ ചെയ്തതെന്ന് ഒരു ഇൻ്റലക്ച്വൽ കോർട്ടസി അവർ മാധവന് കൊടുക്കാൻ തയ്യാറായി. 683 ഈ മഹാമാഘ ഉത്സവത്തിൽ നടന്ന, നമ്മുടെ കുംഭമേളയിൽ നടന്ന ജ്യോതിഷ വിദ്വൽ സദസ്സിൽ ഹരിദത്താചാര്യൻ പരഹിതം എന്നുള്ളൊരു സമ്പ്രദായം അവതരിപ്പിക്കുകയും ആര്യഭടീയം പരിഷ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന സ്രോതസ് ആര്യഭടീയമാണ്. പരിഷ്കരണമാണ് ഇപ്പോൾ നടന്നത്. ഇത് ശരിക്കും ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രത്തിൽ ഈ വിഷയം പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വന്ന പോയിൻ്റ്, ഈ മൂല ആശയത്തെ അല്ലെങ്കിൽ സെൻട്രലായിട്ടുള്ള ഒരു ആശയത്തെ, അതിൻ്റെ പരിഷ്കരണമാണ് എപ്പോഴും നടക്കുന്നത്. പക്ഷേ അതിൻ്റെ കോർട്ടസ്, ഇൻ്റലക്ച്വൽ കോർട്ടസ് കൊടുക്കാൻ നമ്മളെപ്പോഴും തയ്യാറാണ്. ഭാരതീയ ആചാര്യന്മാരെപ്പോഴും അങ്ങനെയാണ്. ഇന്ന ആൾ പറഞ്ഞു, അതിൽ നിന്ന് ഇന്ന വ്യത്യാസങ്ങൾ വരുത്തി ഞാൻ പുതിയ ഇതായിട്ട് അവതരിപ്പിക്കുന്നു. എൻ്റെ നിരീക്ഷണ പരീക്ഷണങ്ങൾ ഒരു 55 കൊല്ലം 60 കൊല്ലമൊക്കെ, ഇപ്പോൾ വടശ്ശേരി പരമേശ്വരാചാര്യനൊക്കെ ഏതാണ്ട് 55 കൊല്ലം അദ്ദേഹം ഗ്രഹണം ഒബ്സർവ് ചെയ്തിട്ടാണ് അതിനെക്കുറിച്ച് അതിനകത്തെ പുതിയ പരിഷ്കരണങ്ങൾ നടത്തിയിരിക്കുന്നത്.
55 കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രഹണം ഒബ്സർവ് ചെയ്ത, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒബ്സർവ് ചെയ്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രേഖകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കോർട്ടസി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് അവരങ്ങനെ ഒരു കോർട്ടസി കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്ന വിഷയം, ഇങ്ങനെ വരുമ്പോൾ ഭാരതത്തിൽ നിന്ന് ധാരാളം വസ്തുക്കൾ അന്ന് വന്ന അധിനിവേശ ശക്തികൾ, അത് പോർച്ചുഗീസുകാരായിക്കോട്ടെ, ഡച്ചുകാരായിക്കോട്ടെ, ഫ്രഞ്ചുകാരായിക്കോട്ടെ, ഇംഗ്ലീഷുകാരായിക്കോട്ടെ, നമ്മളുടെ സ്വത്തിനൊപ്പം ഈ ആശയങ്ങളും ഈ ശാസ്ത്രബോധവും അവർ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. കാരണം ഈ പറയുന്ന സയൻറ്റിസ്റ്റുകളാരും അവർക്കിതിൻ്റെ സ്രോതസ് എവിടുന്ന് കിട്ടി എന്ന് വിവരിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ, ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ, ഗണിതശാസ്ത്രജ്ഞന്മാരെ, തത്വചിന്തകരെ, ജ്യോതിഷ പണ്ഡിതന്മാരെ, ഇവർ കണ്ടെത്തിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്തരം വിദ്വത്സഭകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.